ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് ഈദ് ഡേ ആണ്. ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോരെ, ഈദ് ഡേ ആയതുകൊണ്ട് അതേപോലെ എടുക്കാമെന്ന് വെച്ചു. സത്യത്തിൽ എടുക്കുമെന്നൊന്നും വിചാരിച്ചല്ല, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുകയാണ് ഗായ്സ്. ഓക്കെ, ഞാൻ എന്താണ്ട് ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഒന്ന് റെഡിയായി. പിന്നെ എല്ലായിടത്തും റിലേറ്റീവ്സിൻ്റെ വീട്, അതായത് അടുത്തടുത്തുള്ള വീട്ടിലൊക്കെ ഈദാകുമ്പോൾ നമ്മളിങ്ങനെ പോവും. ഒന്ന് പോയി കണ്ട് എല്ലാം പറഞ്ഞൊക്കെ തിരിച്ചിങ്ങ് വരും. ഓക്കെ, സോ റെഡി ആവാം ഗായ്സ്. അപ്പം ഇന്നലത്തെ അതേ പൊസിഷൻ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ചെറുതായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഇന്ന് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കത്തില്ല, എന്നാലും കുറച്ച് അത്യാവശ്യം. ഓക്കെ, അപ്പം ഇതാണ് ഔട്ട്ഫിറ്റ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഗൈസ് നല്ലപോലെ. ഓക്കെ, ആദ്യം ഒന്ന് മുടി കെട്ടാം ഗൈസ്. മുടി ചെറുതായിട്ട് നനഞ്ഞിരിക്കുവാണ്. രാവിലെ എണീച്ചു, കുളിച്ചു, പിന്നെ ഈദ് നമസ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ നമസ്കരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ വിചാരിച്ചൊന്ന് ഒരുങ്ങാം. അത്യാവശ്യം വേണ്ടുന്ന സ്കിൻ കെയർ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. സൺസ്ക്രീൻ ഇന്ന് അക്കോളജിക്ക് ഇടുക, മറ്റേ സൺസ്ക്രീൻ ഇട്ടാൽ ശരിയാവില്ല എന്ന് ഞാൻ വിചാരിച്ചൊരു ക്രീം ഇടാന്ന്. ഓക്കെ ഗായ്സ്, ഞാൻ പോയി പൗഡറൊക്കെ ഇട്ടു. എൻ്റെ ഔട്ട്ഫിറ്റിലൊരു പിങ്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡ് എന്തെങ്കിലും ഇടാം എന്ന്. ലിപ്സ്റ്റിക്സ്, സോ മൈഗ്ലാമിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇൻസ്റ്റാ ബാഡി. അപ്പോൾ കണ്ടു വേറൊരു ഷെയ്ഡ് കൂടെ, മാർസിൻ്റെ 07 ഷെയ്ഡ്. ഏതിടണം? ഓക്കെ ഗായ്സ്, ഇനി ഹെയർ ചെയ്യാം. ഹെയർ അങ്ങനെ നല്ലോണം ഉണങ്ങിയില്ല, മുടി നല്ലോലൊന്നും ഉണങ്ങിയില്ല. ബട്ട് എന്തായാലും ഞാൻ ഇന്നലെയാണ് ഈ ഔട്ട്ഫിറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നലെ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മുടി ഞാൻ ഫുള്ളായിട്ട് ബൺ ചെയ്ത് ഇങ്ങനെ വച്ചേക്കുമായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മുടിയാണെങ്കിൽ ഉണങ്ങിയിട്ടില്ല. സോ അങ്ങനെ ബൺ ചെയ്തിട്ട ഡാൻഡ്രഫ് ഒക്കെ കൂടും, മുടി പൊട്ടുകയും ചെയ്യും ഗായ്സ്. സോ നനഞ്ഞ മുടി ഇങ്ങനെ സൈഡ് പാർട്ടീഷൻ എടുത്ത് കെട്ടുന്നത് തന്നെ നല്ലതല്ല, എന്നാലും കെട്ടണ്ടേ ഗായ്സ് നമുക്ക്. ഗായ്സ്, മുടി കെട്ടിയിട്ട് വരാം. നമുക്ക് ചെയിൻ ഇടാം. അപ്പം മാലയൊന്നും ഇടുന്നില്ല ഗൈസ് നമ്മൾ. അതിൻ്റെ ഇടയ്ക്കൂടെ അത്തച്ഛ വന്ന് ഇങ്ങനെ നോക്കുന്നു ഗൈസ്, എന്തോ ചെയ്യുന്നേ എന്നൊക്കെ. സ്പ്രേ യാട്ട്ലി അടിച്ചാലും നമുക്ക് ഓക്കെ ഗായ്സ്, റെഡി ആയി കഴിഞ്ഞു. ഇനി എവിടേക്കാണ് പോകണ്ടേ? കുറച്ച് സ്ഥലത്തൊക്കെ പോകണം. കണ്ടോ മുടി നനഞ്ഞോണ്ട്, പക്ഷെ കുളിച്ചേ പറ്റൂ ഗൈസ്. ഓക്കെ ഗായ്സ്, ഇതാണ് ഔട്ട്ഫിറ്റ്. പുറത്തിറങ്ങിയിട്ട് അത്തച്ചയെ കൊണ്ടെടുപ്പിക്കാം ഗൈസ്. ഞാൻ ഷോള് അല്ലാതെയൊക്കെ ഇട്ട് നോക്കി, സൈഡ് വൈസ് ഇട്ട് നോക്കി, പക്ഷെ അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഇടുന്നതാണ്. ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തരാം ഗൈസ്. റിങ്സ് ഇട്ടാലോ? ഓക്കെ ഗൈസ്, നമ്മൾ റെഡിയായി. അപ്പോൾ ഉമ്മയുടെ അത്ത ഇവിടെ വന്നായിരുന്നു. ഇവിടെ വീട്ടിലല്ല, ആദ്യം അത്ത ആണെങ്കിൽ ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോയിട്ട് ഉച്ചയാകുമ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു.
വഴിയുടെ അവിടെ വന്ന് നമുക്ക് സാധനം തന്നിട്ട് പോയി. ഇപ്പോൾ മുട്ടായൊക്കെ കൊണ്ടുവന്ന് ഇനി ഇതൊക്കെ കഴിക്കണം. പിന്നെ വെളിയിലിറങ്ങി കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കണം. ഗായ്സ്, മുട്ടായി ഞാൻ അവിടെ വെച്ചിട്ട് മേലോട്ട് വന്ന് ടെറസിൻ്റെ അവിടെ വെയില. അത്തച്ചി അവിടെ അത്തച്ചിയുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഉമ്മി അടുക്കളയിലാണ്. ഉമ്മിയും അമ്മച്ചിയൊക്കെ അടുക്കളയിൽ. ഞാനിവിടെ ഇങ്ങനെ ഞാൻ പല പല ആംഗിളിൽ വെച്ച് പോയി നോക്കി, പക്ഷേ വെയിലായതുകൊണ്ട് കാണത്തില്ല. ഇനി താഴെ പോവാന്ന്. അത്തച്ചിയുടെ ഫോൺ വിളിക്കാം ഗൈസ്. ഗൈസ്, ഞാൻ താഴെ ഇറങ്ങിയ ഒരു പൊസിഷനൊക്കെ കണ്ടുപിടിച്ച് നിൽക്കുക. വെയിലടിച്ച് പോയി. ഓക്കെ, ഇവിടെ അത്തച്ചിയെ വിളിച്ച് കാണിക്കാനാണെങ്കിൽ അത്തച്ചി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അബ്ദു ഇവിടെ ഇല്ല. അബ്ദു കൂട്ടുകാരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ഈദല്ലേ. ഞാൻ ഇവിടെ ഇങ്ങനെ ഹീൽസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എവിടെയെങ്കിലും വെച്ച് കാണിക്കാം ഗൈസ്. അത്തച്ചിട്ട് തുറന്നിട്ട് ഞാൻ അപ്പുറത്തോടൊക്കെ പോകാൻ പോവാ. ഇവിടെ വെച്ച് ചിന്തിത്താടൊക്കെ വീട്ടിൻ്റെ അവിടെ വെച്ച് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ കുറച്ചും കൂടെ കാണാം, കുറച്ചും കൂടെ നന്നായിട്ട് കാണാം. ഇത് ഞാൻ സൈഡ് വൈസ് ഇട്ടേക്കാണ്. കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ഇടാൻ വഴിയാന്ന് തോന്നുന്നു. അതെ ഗൈസ്, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, അങ്ങനെ ഞാൻ ഇനി എന്തായാലും ഇവരിവിടെ ഇല്ല. ഇവർ അവരുടെ കുടുംബ വീട്ടിലാണെന്ന് തോന്നുന്നു. നാസ്നിയുടെ വീട്ടിൽ പോവുക ഗൈസ്. ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, ഞാനങ്ങനെ നാസ്നിയുടെ ഐശ്വര്യ ഒക്കെ വീട്ടിൽ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ വിചാരിച്ച ഐശ്വര്യ കൊണ്ട് എൻ്റെ ഫുള്ളൊന്ന് കാണിച്ചു തരാമെന്ന്. ഉടുപ്പല്ല. ഓക്കെ ഗൈസ്, ഇവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഗൈസ്. ഗൈസ്, നാസ്നിയുടെ ഐശ്വര്യ വീട്ടിലെന്ന് പറഞ്ഞു. നാസ്നി ഐശ്വര്യൻ്റെ കസിൻസ് ആണ് ഗൈസ്. അവരെ കാണിച്ചു തരാം. ഇത് നാസ്നി, ഹായ്. ഇത് ഐഷുമോൻ, ഐഷുമോൻ എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാ. ഓക്കെ, അങ്ങനെ ഞാച്ചോണന്റെ അമലിന്റെ വീട്ടിൽ വന്ന് ഇവിടെ അബ്ദു കണ്ട് അമലിന്റെ സൈക്കിളിലൊക്കെ കയറി കളിച്ചോണ്ടിരിക്കുക ഗൈസ്. ഞാച്ചോണൻ അമൽ അവിടെ നിരാശയായിട്ടിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഗൈസ് തണ്ടേ വരയ്ക്ക് ഇത്ര നേരം എന്റർടൈൻമെന്റ് ആയിരുന്നു ഗൈസ്. ഇവിടെ ഇപ്പൊ ഫോണിൽ കേറിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ പോവാ. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാനാണ്. അതുകൊണ്ട് അവർ സൈക്കിളിലും ഞാൻ ചൊന്ന അവിടെ ബുള്ളറ്റ് എടുക്കുന്നുണ്ട് ഗൈസ്. കുറച്ചങ്ങോട്ട് പോകുന്നതിനുള്ള ഇതാണ് ബുള്ളറ്റില്. അങ്ങനെ ആദി വന്ന് ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ്, ആദി വന്നു. ആദ്യ കണ്ട വാവയെ കളിപ്പിക്കുമായിരുന്നു. ആദ്യം ടീച്ചറും അങ്ങളും വന്നതിന് ശേഷം നമ്മള് കഴിക്കാതിരിക്കുന്നത്. ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഗൈസ്. ആദ്യം വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങി കഴിച്ചിട്ടൊക്കെ അവരിനി ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. ഉമ്മയും അത്തച്ചിയും ഒക്കെ ഞങ്ങളെല്ലാരും കഴിച്ചു. ഞങ്ങൾ എന്നിട്ട് വഴിയുടെ അവിടെയൊക്കെ വന്ന് നിൽക്കാം. ലിപ്സ്റ്റിക് ഇല്ലാതെ പറ്റത്തില്ല. ഓക്കെ, കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ലിപ്സ്റ്റിക് അഡിക്റ്റ് ഫ്രണ്ടിനെ കമന്റ് ചെയ്യണം. പക്ഷെ പറ്റില്ല, വ്ളോഗ് അല്ലേ. പറ്റത്തില്ല. അയ്യോ ഗൈസ്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോന്നെ? ഫോട്ടോ ഒക്കെ എടുക്കാം. ഓക്കെ, ടെറസിൽ പോയാലോ? അതായത് നോക്കി. വെയിലായിരിക്കും. ഞാൻ 2 ദിവസം കൊണ്ട് ടെറസിന്റെ മണ്ടയിലാണ്. അതിൻ്റെയായിട്ട് കാണാനുണ്ട് ഗൈസ്. അത് ഒന്ന് ഫേസ് വാഷ് ഇട്ടാ ശരിയാവും. ആന്ന്, ഈ പുട്ടിയെല്ലാം കൂടെ ഒന്ന് കഴുകി കളയുമ്പോഴത്തേക്കിനും ഓക്കെ ആവും.
എനിക്ക് കുട്ടിയൊന്നുമില്ല കേട്ടോ. അതെ 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 ഒന്നുമില്ല. നോക്ക്, എന്റെ കുരു വരെ തെളിഞ്ഞു കാണാം കണ്ടോ. എന്റെ കുരുവും കാണാം. കുരുവൊക്കെ വരുന്നത് നല്ലതാണ് അല്ലേ? അത് ഈ സൗന്ദര്യം ഉള്ളവർക്കൊക്കെ കുരു വരൂ. നെവർ മൈൻഡ്. വേണ്ട വന്നിരിക്കുന്നു. ആദ്യം ഇപ്പൊ പേടിക്കുന്നതാണ്. ഞാൻ പേടിക്കത്തില്ല. എനിക്കാണെങ്കിൽ ഇപ്പൊ കണ്ടുകൂടരുത്. നമ്മുടെ വീട്ടിൽ ഒരെണ്ണമുണ്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് സ്റ്റെപ്പിന്റെ അവിടെ ഒന്നും കിടക്കും. ഞാൻ അവിടെ കിടന്ന് അലറി നാട്ടുകാർ നോക്ക് ഇറങ്ങണ അവിടെ നിന്ന് ആൾക്കാർ നോക്കും. അമ്മ ഒരു ദിവസം പറയണേ നിന്റെ വീഡിയോ അവിടെ ആൾക്കാർ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് അറിയാമെന്ന്. ഇറങ്ങി പോടി അവിടെ നിന്ന് നിന്നെ കൂടെ തോച്ച് മേലെ നീ എന്റെ വീട്ടിൽ ഡയലോഗ്സ്. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നടന്നു ഇങ്ങനെ ഒന്ന് ഉരുമും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒന്നാതെ മൃഗങ്ങളെ ഇഷ്ടമല്ല. സത്യം സീരിയസ് ആയിട്ട് പറഞ്ഞേ. ഇന്നും രാവിലെ കൂടെ ഞാൻ ഭ്രാന്തെടുത്ത് എനിക്ക് ആ പൂച്ച കാരണം. ഞങ്ങൾ അവിടുന്ന് കണ്ട കാണിച്ച് ഇങ്ങോട്ട് വന്ന് അങ്കിള് ആദ്യമുണ്ട്, ചേച്ചിയുണ്ട്, ഞാനുണ്ട്, എന്റെ 2 മക്കളുണ്ട്, ആദി, അമ്മച്ചിയുണ്ട്. ഞങ്ങൾ 4 പേര് വീട്ടില് പറയാതെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. നമ്മൾ 4 പേര് ഇപ്പൊ തിരക്കുന്നു. 4 പേര് മിസ്സിങ്. ഗായ്സ് ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് എന്നിട്ട് ടെറസിന്റെ മണ്ടേ കയറി ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരുങ്ങി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റീൽസ് എടുക്കട്ടെ ഗൈസ്. ഇവളിങ്ങനെ റീൽസ് എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഗൈസ്. ആദ്യമൊക്കെ പോവാണ് ഗൈസ്. ഞങ്ങൾ റീൽസ് എല്ലാം എടുത്ത് ആദ്യം ഇരിക്കുന്നു. ടാറ്റാ ടാറ്റാ. ഓക്കെ പോവാണ്. ഞാനങ്ങനെ നമ്മുടെ കമ്മലൊക്കെ വലിച്ചൂരി ഭയങ്കര തൂക്ക് അതിന്. അങ്ങനെ അവർ പോയി ഗൈസ്. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ ഈ ഡേ. ബൈ ഗൈസ്.